കോൺഗ്രസിന്റെ പ്രതിനിധി ബേസിൽ പാറേക്കുടിയിലേക്കാണ്. ബേസിൽ, യഥാർത്ഥത്തിൽ UDFന് വലിയ ഈ മഹാവിജയം സമ്മാനിച്ചതിന് പിന്നിലെ വലിയ ഘടകം എന്ന് പറയുന്നത് ഈ പിണറായിക്കെതിരായ യഥാർത്ഥത്തിലുള്ള ഒരു വിധിയെഴുത്തായിരുന്നു എന്നുള്ള വിലയിരുത്തലുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ പിണറായി തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വരികയാണ്. അപ്പോൾ അതിശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെയാണോ UDF നിയമസഭയിൽ പ്രതീക്ഷിക്കുന്നത്? അതായത് അതിശക്തമായൊരു പ്രതിപക്ഷ നേതാവിനെ അല്ല UDF ഈ പറയുന്ന നിയമസഭയിൽ പ്രതീക്ഷിക്കുന്നത്. അതിലുപരിയായിട്ട് CPMൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയ അവലോകനം നമ്മളെല്ലാവരും കണ്ടു. ഇത്തവണ പിണറായി മത്സരിച്ചില്ലായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ പിണറായി മത്സരിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് അവർ പറഞ്ഞത്. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് എന്താണെന്നാണ് CPM പറഞ്ഞത്. ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. ഈ പറയുന്ന പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതാവായി കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, അതായത് പിണറായിയെ ഇത്രയും പറഞ്ഞു എന്ന് ഈ CPMൻ്റെ ഉള്ളിൽ നിന്ന്, ജില്ലാ കമ്മിറ്റി ഉള്ളിൽ നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. ഇനി ഏരിയ കമ്മിറ്റിയുടെ അവലോകനം നടത്തും. അത് കഴിഞ്ഞ് ലോക്കൽ കമ്മിറ്റിയുടെ അവലോകനം നടത്തും. അതിനുശേഷം ഇവർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ അവലോകനം നടത്തും. ഇപ്പോൾ പറഞ്ഞത് പിണറായിയെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവാക്കിയ ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് പറഞ്ഞത് CPMൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ അവലോകനം. അത് കഴിഞ്ഞ് ഏരിയ കമ്മിറ്റിയുടെ അവലോകനം കഴിഞ്ഞ് ലോക്കൽ കമ്മിറ്റിയുടെ അവലോകനം കഴിഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ സാധാരണക്കാരായ ഈ പറയുന്ന സഖാക്കളായിട്ടുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചട്ടകം പഴിപ്പിച്ച് വെക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. എല്ലാവരും സാധാരണക്കാരായ സഖാക്കൾ പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്, അതായത് UDF മാത്രം വോട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഘടകകക്ഷികളെ ആളുകൾ മാത്രം വോട്ട് ചെയ്തല്ല, ഞങ്ങൾക്ക് കേരളത്തിലെ ആളുകൾ എല്ലാവരും ഒന്നടങ്കം ഈ സർക്കാരിനെ, പിണറായി വിജയൻ്റെ ഈ 10 വർഷത്തെ ഈ ദൂർത്തിൻ്റെ സർക്കാരിനെ മടുത്തിട്ടാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. അതായത് രാഷ്ട്രീയം നോക്കി അതിലുപരിയായിട്ട് ഈ പിണറായി വിജയന് ഉള്ള കരണക്കുറ്റിക്കുള്ള അടിയാണ് ഞങ്ങൾക്ക് നൽകിയ ഓരോ വോട്ടും സാധാരണക്കാരായ ജനം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ MV ഗോവിന്ദൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. സ്വന്തം വീട്ടിൽ നിന്ന് പോലും അതായത് വിമർശനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പോലും ചോദിച്ചെന്നാണ് പറയുന്നത്. കണ്ണാടി നോക്കാറില്ലെന്ന് MV ഗോവിന്ദൻ്റെ മകൻ പോലും ചോദിച്ചത്രേ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പാർട്ടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, അവരുടെ ധാർഷ്ട്യത്തിൻ്റെ, അവരുടെ ധിക്കാരത്തിൻ്റെ, അവരുടെ അഹന്തയുടെ ആ കാണിച്ചതിനുള്ള മറുപടിയാണ് കേരളത്തിൻ്റെ ജനത കൂടെ. സ്വന്തം വീട്ടിൽ നിന്ന് പോലും സ്വന്തം മുഖം ചോദിക്കുക, കണ്ണാടി നോക്കാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര അധപതനത്തിലേക്ക് ആ പാർട്ടി പോയി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഇവരെല്ലാവരും തലേ കയറ്റി വെച്ചിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഇവരൊക്കെ രാജ്ഞിയായി വിശേഷിപ്പിച്ച ഒരാളുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തായിരിക്കുന്നത്. ഇവരൊക്കെ വലിയ രാജ്ഞിയെ വിശേഷിപ്പിച്ച ആളുണ്ടായിരുന്നു, ആര്യ രാജേന്ദ്രൻ. നമ്മളെല്ലാവരും കണ്ടതാണ്. വഴിത്തീരൊക്കെ പ്രചാരണ വാഹനത്തിൽ കയറ്റിയപ്പോൾ ഈ പറയുന്ന ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ആര്യരാജനെ കണ്ടാൽ കാർക്കിച്ച് തുപ്പുമെന്നൊക്കെ അമ്മമാർ പറഞ്ഞത്. പിന്നെ ഈ പറയുന്ന യദു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു KSRTCയുടെ ഡ്രൈവർ നമ്മളെല്ലാവരും കണ്ടു. KSRTC ഓടിക്കുന്ന ഒരു യദു എന്ന ഡ്രൈവർ ആ വണ്ടി വട്ടമിട്ട് ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും കെട്ടിയോനും ചേർന്ന്, ആര്യ രാജേന്ദ്രനും ഭർത്താവായിട്ടുള്ള MLAയും ചേർന്ന് നടത്തിയ അഭ്യാസം നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. കെട്ടിയോൻ MLA ആയിട്ട് ഈ പറയുന്ന ചെങ്കോട്ട, ഞങ്ങളുടെ ഉറച്ച കോട്ടയായിട്ടുള്ള ബാലുശ്ശേരിയിൽ ഞങ്ങളുടെ ചെക്കൻ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജ് എന്തായാലും കെട്ടിയോനെ വീട്ടിലിരുത്തിയിട്ടുണ്ട്. കെട്ടിയോളും ഇപ്പോൾ വീട്ടിലിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ, ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തോ സാധാരണക്കാരൊക്കെ മാറി നിൽക്കണം. തമ്പ്രായ നോച്ചാനിച്ചുകൊണ്ട് നമ്മളെല്ലാവരും മാറി നിൽക്കണം. ഭരണശിലാ കേന്ദ്രത്തിലിരിക്കുന്ന ആളുകൾ, MLAയും ഈ പറയുന്ന മേയറൊക്കെ പോകുമ്പോൾ ബാക്കിയെല്ലാവരും മാറി നിൽക്കണം. ബാക്കിയെല്ലാവരും മാറി നിന്നുകൊണ്ട് തമ്പ്രാൻ പോകുന്ന പോലെ എല്ലാവരും മാറി നിൽക്കണം. ഇവർക്ക് മാത്രം വഴിയിലൂടെ പോകാൻ പറ്റുന്ന അവസ്ഥ. സാധാരണക്കാരനെ KSRTC ഡ്രൈവറെ തടഞ്ഞു നിർത്തി അപമാനിച്ചു വിട്ട് നമ്മൾ ഓരോരുത്തരും കണ്ട കാഴ്ചയാണ്. ഇന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ചാർജ് എടുത്തത്. ആ മുഖ്യമന്ത്രി പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ലാത്ത വലിയ സന്നാഹങ്ങളുടെ പടയോ ഒരു ഒരു കാര്യങ്ങളും ഞങ്ങളുടെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല. സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരായിട്ട് ഞങ്ങളുടെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആത്മാഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ സർക്കാർ എന്നും സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്ന സർക്കാരായിരിക്കും. ഞങ്ങളുടെ സർക്കാർ എന്നും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല.